കൊച്ചി തമ്മനത്ത് ജലസംഭരണിയുടെ പാളി തകർന്ന അപകടമുണ്ടായി. പാളി തകർന്നതോടെ പ്രദേശത്ത് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. വീടിന്റെ മതിലുകൾ തകർന്നു, വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. തൃപ്പൂണിത്തുറ മേഖലയിലേക്കുള്ള ജലവിതരണത്തെ കാര്യമായി ബാധിക്കും. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഞാനൊന്ന് ഉറങ്ങി അവിടൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. സംഭവം നടന്ന ഉടനെയുള്ള ദൃശ്യങ്ങളാണിത്. ജലസംഭരണി തകർന്ന ഉടൻ ഉള്ള ദൃശ്യങ്ങൾ. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ജില്ലാ കളക്ടർ എത്തി, ഉമാ തോമസ് എത്തിയിരുന്നു, തുടർന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ എത്തി. എല്ലാവരും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനി ഇവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ? ജില്ലാ ഭരണകൂടം എത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഇതിൻ്റെ? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ജല അതോറിറ്റിയുടെ കീഴിലുള്ള തമ്മനം ജല സംഭരണിയുടെ ഒരു പാളി അടർന്നു പോയത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. അതിന്റെ ബേസ്മെന്റ് ഇളകിയതാണ് അപകട കാരണമെന്ന് ജല അതോറിറ്റി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറും അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഇനി ബേസ്മെന്റ് ഇളകാനുണ്ടായ കാരണം എന്താണ് എന്നതാണ് അറിയേണ്ടത്. ഈ 2 പാളികൾ വിവിധ പാളികളായി ചേർത്ത് വെച്ച രീതിയിലാണ് ഈ ജലസംഭരണിയുടെ നിർമ്മാണം എന്ന് പറയുന്നത്. ഏതാണ്ട് 40 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ജലസംഭരണിക്ക്. അതിൽ ഒരു പാളിയുടെ അടിത്തറ ഭാഗം ഭൂമിയിൽ നിന്ന് ഇളകി മാറുകയായിരുന്നു. ഇളകി മാറാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജലവിഭവ വകുപ്പ് അന്വേഷണം നടത്തും. അതേസമയം ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി പെട്ടെന്ന് തന്നെ കൊച്ചി കോർപ്പറേഷന്റെ 45-ാം ഡിവിഷനിൽപ്പെട്ട പ്രദേശമാണ് ഈ തമ്മനം പ്രദേശം. ഏതാണ്ട് ഒരു 25-30ഓളം വീടുകളിലേക്ക് വെള്ളം കുതിച്ചെത്തുകയായിരുന്നു. വെള്ളവും ചെളിയും ഒപ്പം ഒരു മതിൽ തകർത്താണ് വെള്ളം ഈ ജലസംഭരണിയുടെ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകിയത്. ആ മതിലിന്റെ അവശിഷ്ടങ്ങളുമെല്ലാം വീടുകളുടെ മുറ്റത്തെത്തി. വീടുകൾക്കുള്ളിൽ ചെളി നിറഞ്ഞു. ഇരുചക്ര വാഹനങ്ങൾ പലതും മറിഞ്ഞു വീണു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ വരെ ഒഴുകി നീങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഈ കാറുകളിൽ ഒന്നിന്റെ മുകളിലേക്ക് ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. രാത്രി എല്ലാവരും ഉറക്കമായിരുന്ന സമയമാണ്, അറിയാമല്ലോ, 2 മണി സമയം എന്ന് പറയുമ്പോൾ. എന്നായിരുന്നാലും മറ്റു വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു. ജില്ലാ കളക്ടറും ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. അതേസമയം മതിലുകൾ ഇടിഞ്ഞവർക്കും വീടിനുള്ളിൽ ചെളി കയറി കമ്പ്യൂട്ടറുകളും മറ്റ് വസ്തുക്കളുമൊക്കെ നഷ്ടമായ ആളുകൾക്കും സാമ്പത്തിക സഹായം നൽകണമെന്ന് ജില്ലാ കളക്ടറോടും മറ്റ് ജനപ്രതിനിധികളോടും നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ജലസംഭരണിയുടെ പ്രവർത്തനം നിലച്ചത് മൂലം കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 30% ഇടങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും. ആലുവയിൽ നിന്നാണ് പ്രധാനമായും ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്തെത്തിക്കുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൊച്ചി നഗരത്തിന്റെ 30% പ്രദേശങ്ങൾ കൂടാതെ ചേരാനെല്ലൂർ പഞ്ചായത്ത്, തൃപ്പൂണിത്തുറ, പേട്ട എന്നീ പ്രദേശങ്ങളിലാവും ജലവിതരണത്തെ സാരമായി ബാധിക്കുക. അതേസമയം ജലവിതരണം വീണ്ടും തുടങ്ങാനുള്ള അറ്റകുറ്റപ്പണികൾ ഇതിനോടകം തുടങ്ങിയതായി ചീഫ് എഞ്ചിനീയർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി സമാന്തര സംവിധാനങ്ങളുടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകും എന്ന് തന്നെ കരുതുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ വെച്ചു പുലർത്തുന്നത്. കൂടാതെ ഈ ജലസംഭരണിയിൽ ഇനിയും വെള്ളം നിറയ്ക്കും മുൻപ് വിദഗ്ധ അഭിപ്രായം തേടുമെന്നും ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും മറ്റും പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ഒരു വിദഗ്ധ സമിതിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചതിന് ശേഷം മാത്രമാകും ഈ ജലസംഭരണിയിൽ ഇനിയും വെള്ളം നിറയ്ക്കുക. കാരണം വീണ്ടും എന്തെങ്കിലും തകർച്ചകൾക്ക് മറ്റേതെങ്കിലും ഭാഗത്ത് സാധ്യതയുണ്ടോ, വെള്ളം നിറയ്ക്കുന്നത് സുരക്ഷിതമാണോ, അത്തരം കാര്യങ്ങൾ ഒക്കെ തന്നെ പരിശോധിക്കും. ഇപ്പോൾ ഈ തകർന്ന റോഡുകളിലും മറ്റും പുനർനിർമ്മാണം തുടങ്ങുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ വീടുകളിലും മറ്റും കയറിക്കിടക്കുന്ന മണ്ണും ചെളിയും കല്ലുമൊക്കെ നീക്കുന്നതിന്റെ ഭാഗമായി JCB മറ്റും എത്തിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വീടുകൾ അതാത് വീട്ടുകാർ തന്നെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. പലരും മോട്ടോർ കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു സഹായം നൽകുക, വീടുകളിൽ കയറിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള പിന്തുണ നൽകുക എന്നത് ചില പ്രതികരണങ്ങൾ കൂടി. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, അമ്മ വെള്ളം കയറുന്നു എന്നും പറഞ്ഞിട്ട് നിലത്താ കിടന്നത് ഇന്നലെ. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ വെള്ളം കയറി. ഞങ്ങളും അത് എവിടുന്നാ വെള്ളം വരുന്നത്, വെള്ളം എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. മഴ പെയ്യുന്നുമില്ല, പെട്ടെന്നാണ് വെള്ളം അകത്തോട്ട് ഇങ്ങനെ കയറി വന്നത്. നമ്മൾ ആ വെള്ളം കണ്ട് എണീറ്റ് ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ മുട്ടിന് മേളിൽ വെള്ളമായി. അല്ല, മുട്ടിനല്ല, കണ്ണയ്ക്ക് മേളിൽ വെള്ളമായി. വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോഴും വെള്ളത്തിലിരിക്കുന്നത്. അവിടെ വെള്ളം പോകാനുള്ള ഇത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ ഇരിക്കും. എൻ്റെ അനിയത്തി കുപ്പി വെള്ളം നിറച്ച് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പായ കിടന്നപ്പോൾ ദേഹം മൊത്തം വെറ്റായ പോലെ. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ ഇവിടെ കാലയിലൊക്കെ വെള്ളം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുപ്പിയിൽ വെള്ളം മറിഞ്ഞു വീണാന്ന് നിർത്തിയിട്ട് ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അവളും എണീറ്റു, അമ്മ ഇതേ ഉണ്ട് ദേഹത്ത് വെള്ളമായിന്ന്. അത് ഞങ്ങൾ എണീറ്റ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ വീടിൻ്റെ അകത്തൂടെ ചാടി മറിഞ്ഞായിരുന്നു വെള്ളം കയറിക്കൊണ്ടിരുന്നത്, ചെളിവെള്ളം അങ്ങനെ ചാടി മറിഞ്ഞു.
എൻ്റെ മേത്തുമത്ത് വെള്ളമായി അവളുടെയായി. അന്നേരം ഞങ്ങൾ അമ്മാനെ വിളിച്ചു. അമ്മാനാണെങ്കിൽ കഥ നോക്കിയപ്പോൾ വീടിൻ്റെ അകത്ത് മൊത്തം കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒഴുകി പോകുന്നതല്ലേ. ഇപ്പം ഇവരൊന്ന് തന്നെ വിളിച്ച് ഞാനൊന്ന് നോക്കുമ്പോഴത്തേക്കും അകത്ത് മൊത്തം വെള്ളം. ഞാൻ വിചാരിച്ചല്ല മോട്ടറും അല്ല ഞാൻ ഓണാക്കിയിട്ടിട്ട് അകത്ത് വല്ലതും വെള്ളം കയറാന്ന് ആദ്യം വിചാരിച്ചു. എന്താ സംഭവിച്ചാൽ നമുക്ക് പിടികിട്ടുന്നില്ല. എന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇത്രയും പൊക്കത്തെ വെള്ളം. അപ്പം ഇവിടെ എന്താ ആ സാധനം കണ്ടോ, ആ സാധനം ഇത് ഇവിടെ ഇരുന്നതാ. അവിടെ കിടന്നിരുന്ന ഓട്ടോ ഇവിടെ കിടക്കുന്നു. ഈ വണ്ടിയെല്ലാം മറിഞ്ഞത്. അവിടെ ഇരുന്ന വണ്ടിയാണ് ഈ സ്കൂട്ടർ എല്ലാം പോയി. എല്ലാം അവിടെ നിന്ന് അവിടെ അതുപോലെ ഫോഴ്സിലാണ് സാധനം വന്നത്. പിന്നെ ഇവിടെ കുറെ പട്ടി ഉണ്ടായിരുന്നു. അതൊരു പട്ടി ഉണ്ടായിരുന്നു, അതിനൊന്നും കാണുന്നില്ല. അത് ഒഴുകി പോയെന്ന് തോന്നുന്നു.